ഹായ് നമസ്കാരം. ഹായ് നമസ്കാരം. ഇന്നെന്താ ഉണ്ടാക്കാൻ പോണ കുഞ്ഞാപ്പു? എഗ് റൈസ്. കുഞ്ഞാപ്പിന് എഗ് റൈസ് ഇഷ്ടമാണ്. എന്നാ പിന്നെ എഗ് റൈസ് ഉണ്ടാക്കിയത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് തക്കാളി സവോളി അരിയാൻ വലിയ പണിയില്ലാത്ത ഈ രണ്ട് സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് എഗ് റൈസ്. ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക, അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുക്കുക. ഞാൻ വെളുത്തിനാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലെടുത്ത് വയ്ക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് കൊടുത്ത് പൊട്ടിക്കാം. ഈ സമയത്ത് എനിക്ക് കറിവേപ്പില ഇല്ലാന്ന് നോക്കുന്നത്, ഞാൻ വേഗം കറിവേപ്പില പറിക്കാനായിട്ട് പോയി. അപ്പൊ നമ്മുടെ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വെക്കാം. കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് രണ്ടും കൂടി പൊട്ടി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള എന്തിട്ട് കൊടുക്കുക, സവോള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി ഒന്ന് ചോപ്പിക്കണം. ചോക്കുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് പെട്ടെന്ന് ചോക്കും എന്നറിയാലോ. അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി ചോക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് നല്ലൊരു കയ്യിലൊക്കെ എടുത്ത് അതിങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കാം. ഈ സമയത്ത് കുഞ്ഞാപ്പൂ ഞാനും കൂടെ അവിടെ ഇരുന്ന് പാട്ട് പാടലും കളിക്കലൊക്കെ ആയിരുന്നു. മുട്ട റൈസ് ഇഷ്ടമല്ലാത്ത, അപ്പൊ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മുട്ട റൈസ് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പൊതുവെ പണ്ടൊക്കെ എനിക്ക് മുട്ട റൈസ് വലുതായിട്ട് ഇഷ്ടമല്ലായിരുന്നു, ഒരു സ്മെല്ല് വരുന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ പിന്നീട് രണ്ടു വട്ടം ഉണ്ടാക്കി അങ്ങനെ കഴിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഐറ്റം ആയിട്ട് ഇത് മാറി എന്നുള്ളതാണ് സത്യം. അപ്പം ചിലരിത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിടലുണ്ട്. അങ്ങനെ ഇടാം, കുഴപ്പമില്ല. ഞാൻ പേസ്റ്റ് ആയിട്ട് ഇടുന്നത് ഇങ്ങനെ ഇടാം. അപ്പൊ രണ്ട് രീതിയിൽ ഇടാം. അപ്പൊ ഞാൻ പേസ്റ്റ് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ളത് നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നത്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങനെ മുട്ട റൈസ് ഓരോ റൈസുകൾ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരും. ഞാൻ പൊതുവെ ചോറും കറിയും മാത്രമായിരുന്നു എൻ്റെ വീട്ടിൽ ഉണ്ടാക്കല്. അപ്പോൾ പിന്നീട് എനിക്ക് ഈ റൈസുകളോടൊക്കെ ഒരു താല്പര്യം ഇങ്ങനെ വരാൻ തുടങ്ങിയത്, നമ്മളത് കഴിച്ച് കുട്ടികളെ കൊണ്ടുവന്നിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കുമല്ലോ, നമുക്കൊരു ഷെയറിങ് ഉണ്ടല്ലോ, അങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ച ടേസ്റ്റിലാണ് പിന്നീട് എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ പണ്ട് കാലത്ത് ഷെയർ ചെയ്ത് കഴിച്ചിട്ടുള്ള ചോറുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചോറ് എഗ് റൈസും ഒരു ലെമൺ റൈസും ആയിരുന്നു. പിന്നീട് ഞാനത് ഒറ്റയ്ക്ക് ഉണ്ടാക്കി ശീലിച്ച് പഠിച്ച് ഒറ്റയ്ക്ക് കഴിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ എത്ര കഴിച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഇരുന്ന് കഴിച്ചൊരു ഫീല് പിന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇത് നന്നായിട്ട് വഴച്ചെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവോള, കടുക്, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അത് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സവാളയും ഒരു തക്കാളി എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ്. സവാളയും അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അപ്പോൾ കുഞ്ഞാപ്പം എൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഞങ്ങൾ രണ്ടെണ്ണം കൂടി ഒരുമിച്ച് കുക്ക് ചെയ്യലാണ്. ഒരു സ്റ്റൂളൊക്കെ ഇട്ടിരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് കുക്ക് ചെയ്യലാണ്. അമ്മ ഷോപ്പിലും ചേട്ടൻ സ്കൂളിലും പോയ ശേഷം പിന്നെ നമ്മൾക്ക് രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പൊ രണ്ടാൾക്കും കൂടിയുള്ള റൈസാണ് ഉണ്ടാക്കല്. അപ്പൊ എന്താ കഴിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ എഗ് റൈസ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ എഗ് റൈസ് ഉണ്ടാക്കാൻ വന്നപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ട് ട്രൈ ചെയ്താൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തക്കാളിയും സവോളയും പച്ചമുളകും തക്കാളിയും സവോളയും കറിവേപ്പിലയും കടുകൊക്കെ കൂട്ടി നന്നായിരുന്നു വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാത്തിനും പച്ചമുളക് മാറി അതൊന്ന് വഴഞ്ഞു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 2 മുട്ട പൊട്ടിച്ചിട്ട് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് അതിൽ തന്നെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അതിലേക്ക് ഇടുന്നത്. ചിലർ നേരിട്ട് എനിക്ക് പൊടികളിടും, അപ്പോൾ ചോറിന് ആ ഒരു കളർ കിട്ടുകയും ചെയ്യുമെന്ന് പറയും. അപ്പൊ എനിക്കിന്ന് ചോറിന് കളർ വേണ്ടാന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് മുട്ടയിലേക്ക് ഇട്ടിട്ട് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ നേരിട്ട് പൊടികൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചോറിലേക്ക് ആ കളർ ഇട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഒരു ചുവന്ന കളർ ചോറ് വേണം എന്നുള്ളവർക്ക് ഇതിലേക്ക് നേരിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്താൽ അതിൽ വേറെ ടേസ്റ്റ്, ഇങ്ങനെ ചെയ്ത് വേറെ ടേസ്റ്റ്. അപ്പൊ ഞാൻ മുട്ടയിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ റേറ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വഴണ്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയം എടുക്കും വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. കുഞ്ഞാപ്പൂന് മുട്ട റൈസ് ഇഷ്ടമാണ്. ചേട്ടയ്ക്കോ? ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം അത് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പൊടികളിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു പച്ചമണം ഇല്ലാതിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ 2 മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ റൈസിന് വേണ്ടിയുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി തക്കാളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കണം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം. ഞാൻ അതിലേക്കെല്ലാം കുരുമുളക് പൊടിയാണ് നേരിട്ട് ഇടുന്നത്. കുറച്ച് ഗരം മസാല,
ഇത്രയും സംഭവം ഇട്ടിട്ട് കുറച്ച് ഉപ്പും മുട്ടയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുക. നമ്മൾ ഉണ്ടാക്കിയിരുന്ന നമ്മുടെ തക്കാളി കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഇതിട്ട് കൊടുക്കണം. അപ്പോൾ 2 മുട്ട എടുത്തേക്കാണ്. നിങ്ങൾക്ക് ചോറിൻ്റെയും ക്വാണ്ടിറ്റി അനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കുന്ന ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയേക്കിൽ നമ്മൾ ഈ മുട്ടയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പുട്ട് ഉപ്പേരി പോലെ ഉണ്ടാക്കില്ലേ അതുപോലെ നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ നന്നായിട്ട് ഇളക്കിയെടുത്താൽ മാത്രമേ മുട്ടയുടെ സ്മെല്ല് നന്നായി കുറഞ്ഞു കിട്ടുള്ളൂ. ഇതേപോലെ ചോറ് അരിക്കിട്ട് കഴിഞ്ഞാൽ ചെറിയൊരു മുട്ട സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. ചിലരങ്ങനെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ നന്നായി വഴറ്റിയെടുത്ത ശേഷം മാത്രമാണ് നമ്മൾ ചോറ് അരിക്കിട്ട് കൊടുക്കുകയുള്ളൂ. ചോറ് ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊന്നിരി ചോറാണ്. ചെറിയ ബസ്മതി അരി ബിരിയാണി അരിയൊക്കെ ഇട്ടുണ്ടാക്കാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ചോറ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ചോറാണ് വീട്ടിലുണ്ടാക്കുന്നത് അത് ആ ചോറ് കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നന്നായി പൊടിഞ്ഞ് വരുന്ന അത്രയ്ക്കും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ മുട്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് മസാല ഒന്നും ആഡ് ചെയ്യേണ്ട. കുറച്ച് പെപ്പർ പൊടി മാത്രം കുറച്ചിട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിന് ചെറിയൊരു സമയം ആവശ്യം വരുമല്ലോ, ആ സമയം മാത്രം മതി. നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കില്ലേ, കാണാൻ ഫൈനൽ ലുക്ക് ശരിക്കും ഫ്രൈഡ് റൈസിൻ്റെ അതേ ലുക്കിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടും. ഇതുപോലെ നമ്മൾ നന്നായി വഴറ്റി വെക്കുന്നതുകൊണ്ട് തന്നെ മുട്ടൻ്റെ സ്മെല്ലോ കുത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചിലർക്കത് ഇഷ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ എടുത്ത് പറയുന്നത്, മുട്ടത്തിന് സ്മെല്ല് ഉണ്ടാവാതിരിക്കാൻ നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഇതേപോലെ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ചോറ്, അപ്പം നമുക്ക് 2 ആൾക്ക് ഇരിക്കും. കുഞ്ഞാപ്പിനുള്ള ചോറ് മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ. വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ 2 ആൾക്കുള്ള അളവിനുള്ള ചോറ് മാത്രം ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇത്രയും ചോറ് ഒരു 2-3 കയ്യിൽ ചോറ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഈ ചോറും ഈ മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. അത്രയ്ക്കും ഒരു ചോറും മുട്ടയും മിക്സ് ചെയ്തിട്ട് ചോറ് ചൂടായി കിട്ടും വേണം. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൽ കുറച്ച് പെപ്പർ പൊടി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക. അതിൽ നമുക്ക് മുട്ടൻ്റെ സ്മെല്ല് മാറാനും അതുപോലെ തന്നെ കുറച്ച് ചിലർക്ക് ഈ കുരുമുളകിൻ്റെ സ്മെല്ല് കുറച്ച് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് എരിവിനും നല്ലൊരു മണം കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് ഈ പെപ്പർ പൊടി നല്ലതായിട്ട് കുരുമുളക് പൊടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മസാലയിലേക്കാണ് നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ചോറ് കുറച്ചൊരു കളർ കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചോറ് നമുക്ക് കളർ കിട്ടില്ല. ഈ ഒരു വൈറ്റ് കളറിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പം ഞാൻ ചിലപ്പോൾ കുഞ്ഞാപ്പിനൊക്കെ ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കലുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട്. അപ്പം ഇത് അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി കഴിച്ച് എല്ലാവരും എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ സ്റ്റാർട്ടേഴ്സിന് എല്ലാവരും നിങ്ങളുടെ ഒരു ഹെൽപ്പും അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പം അത് മറക്കരുത്. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളെല്ലാം ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ തിരുത്തി ഭാവിയിൽ ഓരോ വീഡിയോസിന് ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം സഹായിക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റി ചോറും മുട്ടയും എല്ലാം മിക്സായി വരുമ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് ഇതിൻ്റെ ഒപ്പം ചെറിയ എന്തെങ്കിലും നമ്മുടെ കൊണ്ടാട്ടമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പം അടുത്ത വീട്ടിൽ വീണ്ടും കാണാം. ഈ ടാറ്റ ബൈ ബൈ സീ വരുന്ന കുഞ്ഞാപ്പൂല അതിന് പോലെ നമ്മുടെ കുട്ടപ്പം പറയുന്നതായിരിക്കും. അടുത്ത വീട്ടിൽ വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.